ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്നൊരു മഞ്ഞണിഞ്ഞ ദിവസമാണ് കേട്ടോ. രാവിലെ മഞ്ഞണിഞ്ഞ് നിൽക്കുകയാണ് അന്തരീക്ഷം മുഴുവൻ. അക്കരെ മലനിരകളും താഴ്വരകളും എല്ലാം മഞ്ഞാണേ. കണ്ടോ, പറമ്പ് മുഴുവൻ മഞ്ഞ് മൂടിക്കിടക്കുക. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. മഞ്ഞു മൂടിയ മാമലകൾ തെന്നി വരും പൂങ്കുലകൾ പാടുന്നു നൃത്തമാടുന്നു. പാട്ട് കേട്ടിട്ടില്ലേ? പിന്നെയുണ്ടേ, മഞ്ഞും കുളിരും കുഞ്ഞിക്കിളിയും മന്ദാരത്തൊപ്പിൽ വിരുന്നു വന്നു, ചിങ്ങനീലാവും ചിത്തിരപ്പൂവും ആടി നൃത്തമാടി. ഇങ്ങനെ മഞ്ഞിനെ പറ്റി ഒമ്പൊരു പാട്ടുണ്ട് കേട്ടോ. മഞ്ഞ് കാണാൻ നല്ല ഭംഗിയല്ലേ. മലകളൊന്നും കാണാൻ പറ്റിയല്ലോ മഞ്ഞുകൊണ്ട്. നോക്കിയേ, മഞ്ഞ് മൂടിക്കിടക്കുവാണേ. താഴേന്ന് ഇങ്ങനെ മഞ്ഞ് കയറി വരുക. താഴോട്ട് താഴ്വാരം ഇങ്ങനെ കുഴിയാണേ. രണ്ട് മലകൾക്ക് ഇടയിലൂടെ വഴിയുണ്ട്. അക്കരെ ഒരു മല, ഇക്കരെ ഒരു മല. ഇത് ഞങ്ങളുടെ വീട് നിൽക്കുന്നതോ, മഞ്ഞ് മൂടി കിടക്കുന്നുണ്ടോ? പറമ്പിൽ നിന്നെടുത്തതാണേ. വീടൊന്നും കാണാൻ പറ്റില്ല, അതുപോലെ മഞ്ഞ. നല്ല രസമുണ്ട് കാണാനല്ലേ. മഞ്ഞ് മൂടി ഇങ്ങനെ കിടക്കുവാണേ. ചില ദിവസം രാവിലെ എങ്ങനെയാണ്, നല്ല രസമാണ് കാണാൻ. എല്ലാ ദിവസവും കാണത്തില്ല കേട്ടോ. അപ്പോഴാണ്ട് ഒരാൾ മഴവെള്ള സംഭരണിയുടെ മണ്ടയിൽ കയറി നിന്ന് വെള്ളം അടിക്കുമായിരുന്നു കേട്ടോ. മുകളിലൊരു ടാങ്ക് ഉണ്ട്, അതിലേക്ക് സംഭരണിക്കകത്ത് വെള്ളം അടിക്കുവാണേ. മഴക്കാലത്ത് പിടിച്ചു വെച്ചാൽ സംഭരണി വെള്ളം. ഞാൻ അപ്പോഴേക്കും മീൻകാരൻ വന്ന് മീൻ വാങ്ങിച്ചു. മീൻ വെട്ടുമായിരുന്നേ. ഇത് എന്നാ മീനാണോ, ഇതിൻ്റെ പേരെനിക്ക് അറിയത്തില്ല. 1 കിലോ മീൻ 4 എണ്ണം ഉണ്ടായിരുന്നു, വലിയ മീനാണ്. അത് വെട്ടിയെടുക്കുന്ന തിരക്കിലായിരുന്നു. തൊലി പൊളിക്കണമായിരുന്നു കേട്ടോ. തൊലി പൊളിക്കാൻ എളുപ്പമുണ്ടേ. മീൻ നന്നായിട്ട് വെട്ടിക്കഴിഞ്ഞ് ഞുറുക്കി എടുത്തു കേട്ടോ. അതിലേക്ക് നമുക്ക് അരപ്പ് തൊലി പൊളിക്കില്ല. ഏറ്റവും ആദ്യമായിട്ട് മിക്സർ ജാറിലേക്ക് 2 ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, പെട്ടെന്ന് തൊലി പൊളിച്ച് പോകുന്നു, എല്ലാം ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ മുളക് പൊടി ഇടാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവാപ്പൊടി, 2 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കാം. അതിനുശേഷം അതിനുള്ള ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് അരച്ചെടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം. അരച്ചെടുത്ത അരപ്പ് മീനിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് 1 സ്പൂൺ എണ്ണ കൂടി ചേർത്ത് നന്നായിട്ട് പുരട്ടി വെക്കാം. അതിനുശേഷം പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം ഓരോ മീൻ കഷ്ണമായിട്ടിട്ട് നമുക്കത് പൊള്ളിച്ചെടുക്കണം. അരപ്പ് നന്നായിട്ടുള്ളതുകൊണ്ട് അകത്തി ഇടുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അരപ്പെല്ലാം വിട്ടുപോകും. എന്നാലും അരപ്പ് കുറേ വിട്ടുപോകും. ഇങ്ങനെ എല്ലാം ഒരു വശം നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും മറിച്ചിട്ട് 2 വശവും നന്നായിട്ട് തിരിച്ചും മറിച്ചും കുറച്ച് നേരം ഇട്ട് നന്നായിട്ട് 2 വശവും മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് വേവിച്ചെടുക്കണം. മീൻ ഒരു വശം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് അത് മറിച്ചിട്ടിട്ടുണ്ടേ. അങ്ങനെ നമ്മുടെ മീൻ വറുത്തത് മറിച്ചും തിരിച്ചും എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് വെന്തെടുത്തിട്ടുണ്ട്. അതെല്ലാം കഴിഞ്ഞ് ഞാൻ പറമ്പിലേക്ക് പോയി കേട്ടോ. കുറച്ച് വേസ്റ്റ് കൊണ്ട് കളയാനുണ്ടായിരുന്നേ. വേസ്റ്റ് കളയാൻ പോയതായിരുന്നു കേട്ടോ. വേസ്റ്റും കൊണ്ട് അങ്ങനെ പോയ വഴിക്ക് നമ്മുടെ കോഴിക്കോടൊന്ന് നോക്കി. കോഴിക്കോട്ടിൽ കോഴി സുന്ദരികളും സുന്ദരന്മാരും ഒക്കെ ഇപ്പം ഉണ്ടായിരുന്നു. അതേണ്ട, ഒരു സുന്ദരിയുടെ പുറകെ ഒരു സുന്ദരൻ വരുന്നുണ്ട്. 3 സുന്ദരന്മാരും ഉണ്ട്. അതുകൊണ്ടിപ്പം 5 സുന്ദരിമാരുണ്ടേ. എപ്പോഴും അങ്ങനെ സുന്ദരികളൊക്കെ അങ്ങനെ കൊക്കി ചകഞ്ഞ് നടക്കുവാണേ. ഇതാ ഞങ്ങൾക്ക് ആകെപ്പാടെയുള്ളൊരു തെങ്ങ അത് കിട്ടും. അതിൻ്റെ മണ്ടയിലൊന്നും ഇല്ലെന്നുള്ള വാസ്തവം. ഒന്നും പിടിക്കുന്നില്ല. വലിയ തെങ്ങൊക്കെയാണ്, പക്ഷേ കാര്യമൊന്നും ഉണ്ടാകുന്നില്ല. അതിൻ്റെ കുറേ മടലുണ്ട്, ഓലയുണ്ട്. അല്ലാതെ വേറെ ഒന്നും കിട്ടാനില്ല. ഓലയൊക്കെ, തെങ്ങിൻ്റെ ഓല കൊണ്ടൊക്കെ പണ്ടൊക്കെ ഉപയോഗം ഉണ്ടായിരുന്നു. പണ്ടൊക്കെ ഓല മെടഞ്ഞായിരുന്നു വീട് കെട്ടുന്നത്, മറ കെട്ടുന്നതൊക്കെ ഓല കൊണ്ടായിരുന്നു. ഇപ്പോൾ ഒന്നും ആർക്കും വേണ്ട. എല്ലാം ഇപ്പം ടൈലായി. അയ്യോ, എന്നൊക്കെയല്ലേ, ഗ്രാനൈറ്റായി, കോൺക്രീറ്റായി.
അപ്പം അതിൻ്റെ ഒന്നും ഒരു കാര്യം. ഇത് പിന്നെ ചൂലിന് കൊള്ളാം കേട്ടോ, ഈർക്കിളിക്ക്. ഇപ്പം ചൂലും മേടിക്കാൻ കിട്ടും. നമുക്ക് ഓൾറെഡി കടയിലോട്ട് ചെന്നാൽ 100 രൂപ 150 രൂപ തൊട്ട് ഒന്നാം തരം ചൂലും കിട്ടും കേട്ടോ. ഒരു പണിയും വേണ്ട, ഒന്നും ചെയ്യണ്ട. അത് നമുക്കെല്ലാം ഓൺലൈൻ എല്ലാം റെഡിയാണല്ലോ, മേടിക്കാൻ കിട്ടും, റെഡിമെയ്ഡ്. ഞാനിന്ന് ഈ ഓല വെട്ടിയെടുത്ത് ചൂലുണ്ടാക്കും. നല്ല ബലമുള്ള ഈർക്കിളിയാട്ടോ ചൂലുണ്ടാക്കും. വേസ്റ്റ് കളയാനായിട്ട് ഞാൻ ഈ മിറ്റം ഒടിക്കുന്ന കരിയിലെല്ലാം അങ്ങനെ ഇടക്കൂട്ടിയിട്ടിട്ടുണ്ട്. എന്നിട്ട് അത് മാറ്റിയിട്ട് അതിലേക്ക് വേസ്റ്റ് ഇട്ടേക്കും. എന്നാൽ പിന്നെ എന്താ എലിയാന്ന് തോന്നുന്നു, അടിയിൽ കൂടെ വന്ന് കയറുന്ന ഒരു എലിയുടെ മണ്ട. അങ്ങനെ ഞാനിങ്ങനെ വേസ്റ്റ് അങ്ങനെ കൊണ്ട് ഇട്ട് വെക്കുവേ. അല്ലെങ്കിൽ ഈ പൂച്ചയൊക്കെ വരും, കണ്ടാൽ എല്ലാം വന്ന് തിന്നാൻ വരും, കോഴിക്കുട്ടോട്ടും കയറും. ഇത് ചെറിയൊരു കമ്പോസ്റ്റാണ് അത് കേട്ടോ. ഇത് പുഴു ഉണ്ടോ, വേസ്റ്റ് കൊണ്ട് നിട്ടിട്ടേ പുഴു അരിച്ചു. അപ്പോൾ ഇത് കമ്പോസ്റ്റായിട്ട് ഉപയോഗിക്കാം. ഈ കരിയിലേയും വേസ്റ്റും എല്ലാം കൂടെ കിടന്നങ്ങ് അങ്ങോട്ട് പൊടിഞ്ഞു വരും. കുറച്ച് മണ്ണും കൂടെ ഇടണം, മണ്ണും കൂടെ ഇടുവാണ് നല്ലതായിരുന്നു. മണ്ണും കൂടെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് പൊടിഞ്ഞങ്ങോട്ട് വരുമ്പോൾ എനിക്ക് വെയിലത്തോട്ട് ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് പൊടിച്ചെടുക്കും. ഒന്നാന്തരം വളമാണ് കേട്ടോ. നല്ലൊരു ഇതല്ലേ വേസ്റ്റ്. നമുക്കൊരു കമ്പോസ്റ്റായിട്ട് എടുക്കാം. കരിയിലിട്ടെല്ലാം മൂടിയിട്ട് വെച്ചാൽ മതി. അവിടെ തന്നെ കമ്പോസ്റ്റായിട്ട് തീർന്നോളൂ. പുഴു ഉണ്ടായിട്ടുണ്ട്. ചുമ്മാ അവിടെ ഈ കുഴിയിലൊക്കെ കൊണ്ടിട്ടിട്ട് അവിടെ എലിയും കയറും, പാമ്പും വരും, പൂച്ച വരും, പട്ടി വരും. ഭയങ്കര ശല്യമാണ്. ഇങ്ങനെയാണ് ആരും അറിയാലോ അവിടെ കിടന്നത്. കമ്പോസ്റ്റും ആയിക്കോളും. അപ്പോൾ അക്കരെ ഭാഗത്തെ പ്രകൃതി ഭംഗിയും കൂടെ ഒന്ന് കണ്ടാലോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. എന്താ മലനിരകൾ. ഇതാണ്ട് കുരിശുമല കേട്ടോ, എഴുമയിൽ കുരിശുമല കണ്ടോ. കുരിശ് കണ്ടോ നിൽക്കുന്നുണ്ടോ? ഈശോയുള്ള കുരിശാണേ. ആ കുരിശ് ചുമ്മാതെ ഉള്ള കുരിശല്ല, ഈശോ അതിലുണ്ട്. ഈശോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്നൊക്കെയോ എന്നറിയോ കാഴ്ചകൾ. മാതാവിൻ്റെ മടിയിൽ കിടക്കുന്ന ഈശോ, അങ്ങനെ ഒരുപാട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ. ഒരുപാട് കാഴ്ചകളുണ്ട്. ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് ഓരോരുത്തരെല്ലാം പറഞ്ഞു കേട്ടുള്ള അറിവേ ഉള്ളൂ എനിക്ക് കേട്ടോ. ഞാൻ പോയിട്ടില്ല. മലനിരകളൊക്കെയാണ് നല്ല ഭംഗി, നല്ല വെയിലാണല്ലോ. തിരിച്ചു വന്ന വഴി കോഴിസുന്ദരികളെ ഒന്നുകൂടെ ഒന്ന് നോക്കി കേട്ടോ. അതേ സുന്ദരിമാരും അങ്ങനെ ചിക്കിച്ചകഞ്ഞ് നടക്കുവാണേ. ചൂടായതുകൊണ്ട് മണ്ണിനകത്തൊക്കെ ചകഞ്ഞ് നടക്കുന്നു. ഭയങ്കര ചൂടാണ്, അതുകൊണ്ട് കുഴി കുത്തിയിട്ടിരിക്കുക. എന്നിട്ട് അതിനകത്ത് കിടന്ന് കുളിക്കും വൈകിട്ട്. ഭയങ്കര കുളിയാണ് ചൂടായതുകൊണ്ടേ. ഇത് നമുക്കുണ്ടായിരുന്ന തുളസി, അതെല്ലാപ്പൊടിയും ഉണങ്ങി കേട്ടോ. ഞാൻ എന്നും വെള്ളം ഒഴിക്കുന്നുണ്ട്, അതുകൊണ്ട് കുറച്ചിലയൊക്കെ ഉണ്ട് തുളസി. ഇനി ഇതിൻ്റെ പൂവുണ്ടായിട്ടുണ്ട്, ഇതിനിയും പാകി ഇനിയും കളിപ്പിക്കണം തുളസിയെ. ഇതുണ്ടോ അതിനകത്ത് അരിയുണ്ടേ, പാകിയാൽ മതി. അപ്പം തുളസി തൈ ഉണ്ടായി വരും. കൊടിയെല്ലാം വാടിപ്പോയി. നോക്കിയാൽ മഴ ഇല്ലാത്തത് കൊണ്ടേ കൊടികളെല്ലാം വാടി നിൽക്കുവാണേ. പിന്നെ മുളക് പറിച്ച് തീർന്നു, അതുകൊണ്ട് കുഴപ്പമില്ല. എല്ലാം വാടി. ഭയങ്കര ഉണക്കല്ലേ, മഴ എങ്ങനെ പെയ്തില്ലല്ലോ, പിന്നെ എങ്ങനെ കൊടികൾ ഉണങ്ങാതിരിക്കും. അപ്പോൾ അവിടെ സുന്ദരി പഴുത്തു കേട്ടോ. ഇത്രയും പഴം തിന്നത് കഴിഞ്ഞു. സുന്ദരി നല്ല രുചിയുള്ള പഴമായിരുന്നു. ഇനി ഇതിപ്പോൾ ഇത്രയും കൂടെ ഉള്ളൂ. 2 പഴം എടുത്ത് കഴിക്കാമല്ലേ. അപ്പോഴാണ് ഒരു ഉള്ളിവടയും കൂടെ കിട്ടി. അപ്പോൾ ഉള്ളിവടയും സുന്ദരിയും കൂടെ കഴിച്ചേക്കാന്ന് വെച്ചു. പനികളൊക്കെ തീർന്ന് മടുത്തപ്പോഴത്തേനെ സുന്ദരിയും ഒരു വല്യപ്പനും കൊച്ചുമക്കളും കഴിക്കാമെന്ന് വെച്ചു. ഇനി ഇതൊന്ന് കഴിച്ചിട്ട് ഇനി അടുത്ത പണി. ഇനി മുറ്റം അടിക്കണം, പണികളുണ്ട്. എല്ലാവരും വന്നിരുന്നേ. ഇടയ്ക്കൊന്ന് റിലാക്സ് ചെയ്യണ്ടേ അല്ലേ. നിർത്താതെ പണി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വയ്യാഴിക വരും. നമ്മുടെ കാര്യങ്ങൾ. അപ്പോൾ എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോകളൊക്കെ ലൈക്ക് ചെയ്യണേ. പക്ഷേങ്കിൽ നല്ല നല്ല അഭിപ്രായം വേണ്ടിയുള്ള പഴമാണ്. ഷുഗറൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഷുഗറില്ല. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.